ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു വെറൈറ്റി ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൽമാരി ഫ്രൈ, അതായത് സ്ക്വിഡ് ഫ്രൈ. ഇപ്പൊ സ്ക്വിഡ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. കട്ട് ചെയ്ത് വെച്ചതിനകത്ത് ഒരു കോട്ടിങ് കൊടുത്തു. ആ കോട്ടിങ് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ലെമൺ ജ്യൂസ്, കുറച്ച് റിഫൈൻഡ് ഓയിൽ, സോൾട്ട്, ഇത്രയും സാധനങ്ങൾ ഞാനൊരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് ഈ സ്ക്വിഡിന് ഒരു കോട്ടിങ് കൊടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. ഇനി നമുക്ക് ബാക്കി വേണ്ടിയ ഇൻഗ്രീഡിയൻസ് കാണാം. അതായത് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, ഒരു 3/4 ടീസ്പൂണാണ്, ഏകദേശം ഒരു ടീസ്പൂണോളം വരും. കാശ്മീരി ചില്ലി പൗഡറാണ്. പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം, അതൊരു കളറിനാണ്. അപ്പം എനിക്ക് പാപ്രിക്ക പൗഡർ ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തു. അതുപോലെ കുറച്ച് പെപ്പർ പൗഡർ, സോൾട്ട് ആവശ്യത്തിനാണ്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് നമുക്ക് ഗാർലിക് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ, അതൊരു 1/4 ടീസ്പൂൺ മതി. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കണം. അത് ഒരുപാട് തിക്കായിട്ടും ആകല്ലേ, ഒരുപാട് ലൂസായിട്ടും ആകല്ലേ, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് അത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഇതെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളത്തിലാണ് ഇതെല്ലാം കൂടെ ഒന്ന് കലക്കി എടുക്കേണ്ടത്. അപ്പം നമുക്ക് കലക്കി എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഓരോ പീസ് സ്ക്വിഡും ഞാൻ വളയമായിട്ടുള്ള ആ പീസുകൾ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തേക്കുവാണ്. അല്ലെങ്കിൽ ഒരുപാട് വലിയ വളയമാണ്, നമുക്ക് പാനിനകത്ത് ഒരുപാട് പീസുകൾ ഇടാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഒരു മൈദ സെപ്പറേറ്റ് എടുത്ത് വെച്ചേക്കും. ഇതിനകത്ത് ഞാനൊരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഡ്രൈ ആയിട്ടുള്ള മൈദാപ്പൊടിയാണ്. ഇതിനകത്തേക്ക് ഓരോ പീസ് എടുത്തിട്ടിട്ട് ഇത് ആദ്യം ഒന്ന് കോട്ട് ചെയ്യണം. മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് പിന്നെ ഈ കലക്കി വെച്ചേക്കുന്ന മാവിനകത്തേക്ക് എടുത്ത് മുക്കുന്നത്. ഇങ്ങനെ ഓരോ പീസും എടുത്തിട്ട് ഈ കലക്കി വെച്ചേക്കുന്ന പീസിലേക്ക് എടുത്തിട്ടിട്ട് അപ്പം നല്ലൊരു കോട്ടിങ് വരും. അപ്പം ഇത് ഒരുപാട് എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടും. ബ്രെഡ് ക്രംസിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്കോ ട്രേയിലേക്കോ ഒക്കെ എടുത്ത് വെക്കാം. എന്നിട്ട് ഒന്നിച്ച് ഇതിങ്ങനെ കോട്ടിങ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ വെക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഓരോ പീസും. ഇത് കടയിൽ നിന്നും വാങ്ങിച്ച ബ്രെഡ് ക്രംസ് ആണ്. നമുക്ക് ബ്രെഡ് ഒരു ഡ്രൈ ഫ്രൈ ചെയ്ത ബ്രെഡ് എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വേണേലും എടുക്കാം. ഇവിടെ ഇപ്പം കടയിൽ നിന്നും വാങ്ങിയ ബ്രെഡ് ക്രംസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കടയിൽ നിന്നും വാങ്ങിച്ച റെഡിമെയ്ഡായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഒരു പാനിനകത്തേക്ക് 2-3 ബ്രെഡ് പീസുകൾ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കും. അപ്പോൾ ഇത് ഞാൻ ഒന്ന് റെഡി ചെയ്ത് വെച്ചിട്ട് ഇനിയും ഫ്രൈ ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മൾ ബ്രെഡ് ക്രംസിലെല്ലാം കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ക്വിഡ് എടുത്ത് നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇടാം. ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഞാൻ 2ആയിട്ട് വളയമായിട്ടിരുന്ന സ്ക്വിഡ് ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും.
അപ്പം നമ്മളിങ്ങനെ ഓരോ സൈഡും മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആകുന്നിടം വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം കിടക്കുന്നത്. ആദ്യം നല്ല തിളച്ച എണ്ണയിലോട്ടാണ് ഇട്ടത്. അത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരാൻ നേരവും തീ ഒന്ന് ഫുൾ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ ഇതിൽ എണ്ണ പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടാണ് കോരി എടുക്കുന്നതും ഇടുന്നതും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വിഡ് ഫ്രൈയുടെ ഫൈനൽ സ്റ്റേജ്. ഇത് 2 കളറിൽ ഇരിക്കുന്നത്. ഇത് ഗോൾഡൻ ബ്രെഡ് ക്രംസ് ഫ്രം ഷോപ്പ്. ഇത് നമ്മളെ ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ്. ഈ ഗോൾഡൻ ബ്രെഡ് ക്രംസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫിനിഷ് ആയപ്പോൾ ഞാൻ ഒരു 2 പീസ് ബ്രെഡ് എടുത്ത് പാൻ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്ത്. അപ്പം ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ഇത്. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരിക്കലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇത് കെച്ചപ്പ്, ഷോപ്പിൽ നിന്നും വാങ്ങിയ കെച്ചപ്പ് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പ് ഉപയോഗിച്ച് കഴിക്കുക. ഇത് ഞാൻ നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ആക്ച്വലി ഇത് സ്ക്വിഡ് ഫ്രൈക്ക് കൽമാരി ഫ്രൈ എന്നാണ് പറയുന്നത്. കൽമാരി ഫ്രൈ ഇത് ഇറ്റാലിയൻ വേർഡാണ് കൽമാരി. ഇവിടെ എപ്പോഴും മക്കൾ കൽമാരി ഫ്രൈ എന്ന് പറയും. എനിക്ക് പക്ഷേ സ്ക്വിഡ് ഫ്രൈ എന്ന് തന്നെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയാനാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതൊന്ന് നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാമേ. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? നല്ല അടിപൊളിയാണ്. ആദ്യം ആ സ്ക്വിഡിന് ഒരു നമ്മുടേതായ ഒരു മാരിനേഷനൊക്കെ കൊടുത്തുകൊണ്ട് ഉള്ളിലും നല്ല ചില്ലി പൗഡറും ലെമൺ ജ്യൂസും എല്ലാം കൂടെ ആ കോട്ടിങ് കൊടുത്തതിൻ്റെ ആ ടേസ്റ്റും പുറമേ ഉള്ള ആ ക്രിസ്പിനെസ്സും എല്ലാം കൂടെ. ഇനി കുറച്ച് കെച്ചപ്പ് ചേർത്തൊന്ന് കഴിച്ച് നോക്കട്ടെ. എനിക്ക് കെച്ചപ്പിൻ്റെ കൂടെ കൂടുതൽ ഇഷ്ടമായത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നാട്ടിലും ഈ സ്ക്വിഡ് കിട്ടുമല്ലോ, എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ് സ്ക്വിഡ്. ഇപ്പം ഫ്രഷ് സ്ക്വിഡും ഫ്രോസനും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും വെളിയിലുള്ളവർക്കും. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. മിനീസ് വേൾഡ് എന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം താങ്ക് യു ഓൾ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതും വരേക്കും ബൈ. താങ്ക് യു.